ചാനൽ പരിപാടികളോട് നമ്മൾ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ മറ്റൊരു താരത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. തമ്മിൽ തല്ല പരിപാടി എന്ന പരിപാടിയിലൂടെ ശ്രദ്ധേയനായ ശ്രീ ശ്രീകണ്ഠൻ നായർ. താങ്ക് യു, വെൽക്കം. മാന്യ പ്രേക്ഷകർക്ക് തമ്മിൽ തെല്ലെന്ന പരിപാടിയിലേക്ക് സ്വാഗതം. എന്നെ നിങ്ങൾക്കറിയാലോ, തമ്മിൽ തെല്ലെന്ന് പരിപാടി നടത്തുന്ന ശ്രീകണ്ഠൻ നായരാണ്. എന്താണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്? ചോദിക്കാം. അല്ല, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. സാറിന്റെ പ്രോഗ്രാമിന് പണ്ട് ആദ്യം ഇത് തുടങ്ങിയപ്പോൾ ഭയങ്കര ചാട്ടമായിരുന്നു. ഇപ്പൊ ചാട്ടമല്ല, എന്താ കാരണം? അത് ചാടാത്തത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ MD പറഞ്ഞിട്ടുണ്ട് ചാടരുത്, ചാടിയാൽ ചങ്ങലക്കിട്ട് പൂട്ട് വന്നു. ഇപ്പൊ ഞാൻ ചങ്ങലക്ക് പൂട്ടിയിരിക്കുകയാണ്, ഇവിടെ നിന്നുകൊണ്ടാണ് ഇപ്പൊ ഞാൻ തുള്ളുന്നത്. അത് ശരി. അതെ, സാറിന്റെ ഈ പ്രോഗ്രാമിലൂടെ പലരെയും വിട്ട് തമ്മിൽ തല്ലിക്കുക എന്നുള്ള ഒരു പരാതി ഉണ്ടല്ലോ. അതെ, അതായത് എന്റെ സ്വഭാവം എന്താന്ന് വെച്ചാൽ രണ്ട് മുട്ടനാടിനെ കൂട്ടിയിടിച്ചിട്ട് അതിന്റെ ചോര കണ്ടിട്ട് ചിരിക്കുന്ന കുറുക്കനാണ് ഞാൻ. അത് ശരി. സാറിന്റെ പരിപാടിയിൽ എപ്പോഴും ഈ ഗുഡ് ബൈ എന്ന് പറയുന്നുണ്ടല്ലോ, ആ വാക്കുകൊണ്ട് സാർ ഗുഡ് ബൈ കൊണ്ട് പല പ്രയോജനമുണ്ട്. എന്താണ്? എന്റെ അടുത്ത് ഒരു 100 രൂപ ചോദിച്ചേ. 100 രൂപ ചോദിക്കൂ. ഒരു 100 രൂപ തരൂ. ഗുഡ് ബൈ. ഇതാണ് ഗുഡ് ബൈയുടെ പ്രത്യേകത. ഇന്ന് തമ്മിൽ തല്ലിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നാക്കുകൊണ്ട് അമ്മാനമാടുന്ന, നാവ് കൊണ്ട് അമ്മാനമാടി കളിക്കുന്ന സാജൻ പള്ളുരുത്തിയാണ്. അദ്ദേഹത്തിന്റെ പ്രതിഭയെ നമുക്കൊന്ന് പുറത്തെടുക്കാം. സാജൻ പള്ളുരുത്തി, കം ഓൺ. വെൽക്കം സാജൻ പള്ളുരുത്തി. മിമിക്രിക്കാരിൽ നിന്ന് മാത്രമല്ല, കേരളത്തിൽ തന്നെ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന വ്യക്തികളിൽ ഒരാളാണ് താങ്കളെന്ന് എനിക്കറിയാം. താങ്കളോടൊരു കാര്യം ചോദിച്ചോട്ടെ. മലയാള ചാനലുകൾ ഒത്തിരിയുണ്ട്. ചാനലുകളുടെ പ്രോഗ്രാമിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? മലയാളത്തിൽ ഒത്തിരി ചാനലുകളുണ്ട്. നിരവധി പ്രോഗ്രാമുകളുണ്ട്. അതൊക്കെ നമുക്ക് ആർക്കും ഓർത്തിരിക്കാൻ കഴിയില്ല. എന്നാൽ താങ്കൾക്ക് അത് ഓർത്തിരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പറയുമോ? മലയാളത്തിൽ ഒരുപാട് ചാനലുകളുണ്ട്, ഒരുപാട് പരിപാടികളുണ്ട്. ആ പരിപാടികളെല്ലാം കൂടി പുറത്തിറക്കിക്കൊണ്ട് സിനിമാല ജഗബഗയാക്കി, കോമഡി ഷോയാക്കി, ജനകീയം ജാനകി മുൻഷി സിനിമാ സ്കോപ്പാക്കി, ജ്വാല ഷൂട്ടാൻ ഷോയാക്കി, കണ്ണാടി ഊരാ കൊടുക്കാക്കി, അഞ്ജലി തരികിട കാട്ടി സ്നേഹാഞ്ജലിയായി, സ്ത്രീ ജന്മം ബ്ലാക്ക് ആൻഡ് വൈറ്റ് വസുന്ധര മെഡിക്കൽസാ, ടെലി കിസ് സൈലൻസ് ആയാൽ കോമഡി തില്ലാനയാ, കിളിക്കൂടും കൊണ്ട് ഹൂഗ്ലി വന്നു, അക്കരെ പച്ച തേടി നടന്നവൾ അക്ഷയപാത്രമായി, കോമഡി ടൈമിൽ നർമ്മപുരാണം മൂടിയന് വാർത്തകളായി, ചിത്രഗീതം കണ്ട് അശ്വമേധം കേട്ട് കളിയല്ല കല്യാണം വാത്സല്യം. വളരെ നന്നായിട്ടുണ്ട്. ചാനലുകളിലെ എല്ലാ പ്രോഗ്രാം നമ്മൾ തന്നെ ഓർത്തിരിക്കാറുണ്ട്. എല്ലാം ഓർത്തിരിക്കുന്ന സാഹചര്യമുണ്ട്. അഭിനന്ദനങ്ങൾ. മോഹൻലാലിന്റെ ഒരു ആരാധകനാണെന്ന് എനിക്കറിയാം. അതെ, മോഹൻലാലിന്റെ എല്ലാ ചിത്രങ്ങളെ കുറിച്ചും അറിയാമോ? മോഹൻലാലിന്റെ ഒരുപാട് സിനിമകൾ, 256 പരം സിനിമകൾ ചെയ്തുകൊണ്ട് മലയാള സിനിമയിൽ വീണ്ടും നിറഞ്ഞു നിൽക്കുകയാണ് പ്രിയപ്പെട്ട മോഹൻലാൽ. 25 വർഷം കൊണ്ട് പ്രിയപ്പെട്ട മോഹൻലാൽ 256 പരം സിനിമകൾ ചെയ്തുകൊണ്ട് വീണ്ടും 257 കടന്നുകൊണ്ടിരിക്കുന്നു മലയാള നാട്ടിൽ. മാമ്പഴക്കാലമാണ് മലയാള സിനിമയിൽ. പ്രിയപ്പെട്ട മോഹൻലാൽ ഒരിക്കൽ എന്നോട് ചോദിച്ചപ്പോൾ ഏതൊക്കെ സിനിമ നീ വന്നപ്പോൾ ഞാൻ ഒറ്റ വാക്കിൽ ഒറ്റ ഉത്തരമേ പറഞ്ഞുള്ളൂ. അദ്ദേഹത്തിന് ആദ്യത്തെ സിനിമകൾ മുതൽ ഞാൻ പറഞ്ഞു തുടങ്ങി. തിരുനോട്ടം, ബാലേട്ടൻ, കളിപ്പാട്ടം, താണ്ഡവം, കളിയമ്പർദ്ധനം, ഭരതം, പ്രിൻസ് പറഞ്ഞു, ഒന്നാമൻ ബ്രഹ്മചാരി, മൂന്നാമർ അവിടത്തെ പുലോടിയും, അടിമൽ കുടുംബങ്ങൾ, അടിവഴികൾ, അടിയൊടുക്കൽ, അതിരാത്രം, അങ്ങാടിക്കറുത്ത്, എൻ്റെ കഥകൾ ഇവിടെ തുറക്കുന്നു, ഓൾഡ് മാളറി, പൂച്ചക്കുരു, മുഖത്ത് ഉള്ളടക്കം, തളവട്ടം, പടിവട്ടം, നാടോടി, പിന്നെ അരമ്പിൻ കാമി, വിഷുലോകം, പാദമുത്ര, പക്ഷേ മൂന്നര സമുദ്രം വിളിക്കുന്നു, പൂമുഖപ്പടി, നിന്നെ കാത്തുകൊണ്ട് അങ്ങാടിക്കപ്പുറത്തപ്പണി, നോക്കത്ത ദൂരത്ത് കടന്നിട്ട് മഴ പെയ്യുന്നു, മതലം കൊട്ടുന്നു, കരിയിലെ കാറ്റ് പോലെ തൂവാൻ തുമ്പികൾ തെന്നുമായി മുഖത്ത് കൂടുതൽ ഇവിടെ അവർക്ക് സുമാനം, സുമദേവി, അമർദ്ദം കമ്മി, ആട്ടക്കലാശം, ജപ്പിൽ കുരൻ, ടി പി ബാലഗോപാലമേ, ഗുരു ഉസ്താദ് ഇസനസ് അബ്ദുള്ള, അരീരമുള്ള ഹാപ്പിയാണ്, ഉന്നതങ്ങൾ ഉയരങ്ങളിൽ, ഞാൻ നാട്ടിൽ, വെള്ളാനഗർ നാട്ടിൽ, മുളമൂട്ടിൽ ഉണ്ണികളെ ഒരു കഥ പറയാം, ബട്ടർഫ്ലൈസ്, ദേവദൂതൻ, ദേവാസുരം മുതൽ തേന്മാവിൻ കൊമ്പത്ത് കഴിഞ്ഞ് വിസ്മയ തുമ്പത്തെത്തിരിക്കുന്നു പ്രിയപ്പെട്ട മോഹൻലാൽ. അതെ, അന്യഭാഷയിൽ ഒരു പഴയ പാട്ടുകൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാം. ദംജരി ബാരിതിഴിമി നുറത്തു രവിപരിന്തിമി തൂപ്പുനുടർവി ലപ്ലോൽ നീഴിമ ത്രമ്മങ്ങീറനുന്തി രംജരി ബാരിതിഴിമി നുറത്തു രവിപരിന്തിമി തൂപ്പുനുടർവി ലപ്ലോൽ നീഴിമ ത്രമ്മങ്ങീറനുന്തി. ഇത് മലയാള ഭാഷയിൽ തന്നെയാണ്. പാട്ടുകൾ തിരിച്ചു പാടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനൊരു ഉദാഹരണമായിട്ട് പഴയ പാട്ടിൽ ഒരു ഗാനം ഞാൻ ആലപിക്കാം. മംഗസം മംഗസം നിവേത്രീ മംഗസം രംഗാശ്രുടുംബാദമമ്യ സലാദാമമ്യ സലാദാമമ്യ. അടുത്തത് ഞാൻ ചോദിച്ചോട്ടെ, മലയാള സിനിമയിൽ എത്ര നടന്മാരുണ്ട്?
മലയാള സിനിമയിൽ ഒരുപാട് നടന്മാരുണ്ട്. മാവെച്ച നടന്മാരാണ് മലയാള സിനിമയിൽ ഞാൻ ഏറ്റവും കൂടുതൽ അമ്മാനമാടിയിട്ടുള്ള വാക്കുകളാണ് മധുപാൽ മധുമോഹിനി മാധവൻ മധുപാല മാധുരി മാധവി മന്ദാകിനി മണിരത്നം മനുഷ്യ മമതാ ഉൽക്കരൻ മനോജ് മഞ്ജുള മഞ്ജു വാര്യർ മെനക മാനസിന് മണിമല രാജു മീനാമിനി മിമിനി മാള മാമുക്കയ മോഹൻലാൽ മോഹൻരാജ് മുകേഷ് മാളൂട്ടി മമ്മൂട്ടി മുതൽ മച്ചാൻ പറീസ് വരെ തിലക്കുന്നു മകാര മനോഹരമാക്കാരി. ഇത് മാത്രമല്ല മലയാള സിനിമ നടന്മാരി ഒത്തിരി നടന്മാരുമുണ്ട്, നടിമാരുമുണ്ട്. അവരുടെ എല്ലാവരുടെയെങ്കിലും പേരുകൾ ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് അടി എന്നടി റാക്കമ്മ എന്ന പാട്ടിൻ്റെ ഇനത്തിൽ ഒരു ഗാനം. മാളൂട്ടി മാമാട്ടി മമ്മൂട്ടി മോഹൻലാൽ മധുപാൽ മധുമാമുക്കോയ കാവേരി സൂര്യ സുകന്യ സുഹാസിനി മേനകലസി മോഹിനി മേനോ. മാളൂട്ടി മാമാട്ടി മമ്മൂട്ടി മോഹൻലാൽ മധുപാൽ മധുമാമുക്കോയ കാവേരി സൂര്യ സുകന്യ സുഹാസിനി മേനകലസി മോഹിനി മേനോ. സോമൻ സീമ സത്യൻ സുകുമാരൻ സത്താർ സുകുമാരി സായി കുമാർ രഞ്ജിനി രഞ്ജിത രേവതി ടി ജി രവി രംഭരാഗിണി രഘുമാൻ സ്വഭാവ നന്ദിനി ചാന്ദിനി ഊർമിള ചഞ്ചൽ ചിത്ര കനക കൽപ്പന കമലാസൻ കാവ്യ. നന്ദിനി ചാന്ദിനി ഊർമിള ചഞ്ചൽ ചിത്ര കനക കൽപ്പന കമലാസൻ കാവ്യ. മഹേഷ് മുകേഷ് ജഗദീഷ് ഗണേഷ് സുരേഷ് ഗോപിരതി. മാളൂട്ടി മാമാട്ടി മമ്മൂട്ടി മോഹൻലാൽ മധുപാൽ മധുമാമുക്കോയ കാവേരി സൂര്യ സുകന്യ സുഹാസിനി മേനകലസി മോഹിനി മേനോ. താങ്ക് യു. മാന്യ പ്രേക്ഷകർക്ക് കണ്ണാടിയിലേക്ക് സ്വാഗതം. ഇനി കത്തുകളിലേക്കാണ്. ഖത്തറിൽ നിന്നും നാസർ, ജാഫർ, ജോക്കർ, ബ്രോക്കർ എന്നിവർ അയച്ചിരിക്കുന്ന കത്താണ്. ഈ കണ്ണാടി വായിക്കുന്ന ചേട്ടൻ ഇടയ്ക്കുന്ന കണ്ണാടി നോക്കിയാൽ കൊള്ളാം, എന്നിട്ട് താടി ഒന്ന് വടിച്ചു കളയണമെന്ന്. ഈ ആവശ്യത്തിലേക്ക് 11 റിയാലും അയച്ചു തന്നിട്ടുണ്ട്. മാന്യ പ്രേക്ഷകൻ സ്റ്റുഡിയോയിലോട്ട് നേരിട്ട് വരികയാണെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ ചെവിയിൽ പറയുന്നതാണ്. മലയാളം കൊണ്ട് അമ്മാനമാടിയ സാജൻ പള്ളുരുത്തിയെ നിങ്ങൾ കണ്ണാടിയിലൂടെ കണ്ടു. അടുത്തതായിട്ട് മലയാളം വെച്ചുള്ളൊരു നൃത്തമാണ്. ഒത്തിരി മലയാള ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഒരു മലയാളം മിക്സ്. ചാനലുകളിലൂടെ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശസ്തനായ ഒരു താരമല്ലാത്ത ഈ താരത്തെ നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കട്ട്ലറ്റ് ജ്വല്ലറി ജനകോടികളുടെ അസ്വസ്ഥ സ്ഥാപനം. ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. താങ്കളുടെ ഈ ശബ്ദത്തിന്റെ പ്രത്യേകതയാണല്ലോ താങ്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. അതെ. എങ്ങനെയാണ് ഈ ബിസിനസ് മേഖലയിലേക്ക് വരാൻ കാരണമുണ്ടായത്? എന്റെ ബിസിനസിന്റെ സീക്രട്ട് എന്താണെന്ന് ഞാൻ തുറന്നു പറയാൻ പോവുകയാണ്. ഞാൻ മാർക്കറ്റിൽ മീൻ കച്ചവടക്കാരനായിരുന്നു. രൂപക്ക് 10 എന്നിങ്ങനെ ഒച്ചയുണ്ടാക്കുമ്പോൾ ജനങ്ങൾക്ക് എന്റെ ശബ്ദം ശല്യമായി തീരും. ആ ജനങ്ങൾ വന്ന് എൻ്റെ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യും. അതാണ് എന്റെ ബിസിനസ് സീക്രട്ട്. കട്ട്ലറ്റ് ജ്വല്ലറി ജനകോടികളുടെ അസ്വസ്ഥ സ്ഥാപനം. അത് മനസ്സിലായി, അവസാനം പറഞ്ഞ് മനസ്സിലായി. ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ? ഈ സ്വർണ്ണ ലോകത്തെ ബാലചന്ദ്ര മേനോൻ എന്നാണല്ലോ താങ്കളെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. അതെ. അതിന്റെ കാരണം എന്താണ്? ഞാൻ തന്നെ പോയി സ്വർണം കുഴിച്ചെടുക്കും, സ്വർണ്ണാഭരണങ്ങൾ പണിയും, അതായത് വളകളും മാലകളും എല്ലാം പണിയും. ഞാൻ തന്നെ ഇതിന്റെ പരസ്യം ചെയ്യും. ഓൾ ഇൻ ഓൾ ഞാനാണ്. കട്ട്ലറ്റ് ജ്വല്ലറി ജനകോടികളുടെ അസ്വസ്ഥ സ്ഥാപനം. കൊള്ളാം, വളരെ ഇഷ്ടപ്പെട്ടു. താങ്കളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? എന്റെ ഏറ്റവും വലിയ ആഗ്രഹം മമ്മൂട്ടിക്ക് ഡബ് ചെയ്യണമെന്നാണ്. എന്നിട്ട് വേണം അങ്ങേർക്ക് പണിയില്ലാതെ വീട്ടിൽ പോയിരിക്കാം. ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ? താങ്കൾ എല്ലാ വർഷവും ഓരോ പുതിയ ഓഫറുകൾ കൊടുക്കുമല്ലോ. അതെ. ഈ വർഷത്തെ താങ്കളുടെ ഓഫർ എന്താണ്? ഈ വർഷത്തെ എന്റെ ഓഫർ എന്ന് പറഞ്ഞാൽ 1 ഗ്രാം സ്വർണം മേടിക്കുന്നവർക്ക് ടയോട്ട സമ്മാനമായി ലഭിക്കുന്നു. സത്യമാണോ? അതെ. 1 ഗ്രാം സ്വർണത്തിന് എത്ര രൂപയാണ്? 1 ഗ്രാം സ്വർണത്തിന് 500 ദിർഹംസ്. 500 ദിർഹംസ്. ഇതാ പിടിച്ചോളൂ, ഇതാ പിടിച്ചു. എന്റെ ടൈ കീറിയിട്ട് ഞാൻ ഓട്ടോ ഉണ്ടാക്കിയിട്ട് ഉടനെ തന്നെ തരുന്നതാണ്. അതാണ് എന്റെ പുതിയ സമ്മാനം. അതുകൂടാതെ എന്റെ പുതിയ ഓഫർ സമതിന്റെ ഒരു പാട്ട്. ഉയിരിനുയിരെ നമ്മളൊക്കെ ഉയരാൻ ശ്രമിക്കുന്നത് കൊണ്ട് സമതിനെ ഞാൻ ഇവിടെ ഉയർത്താൻ ശ്രമിക്കുകയാണ്. കട്ട്ലറ്റ് ജ്വല്ലറി ജനകോടികളുടെ അസ്വസ്ഥ സ്ഥാപനം. 1926 ആഗസ്റ്റ് മാസം 34-ാം തീയതി കുടുംബാസൂത്രണത്തെ കുറിച്ച് പഠിപ്പിക്കുവാൻ നിയോഗമേറ്റെടുത്ത സീതാറാം തന്റെ ജന്മസ്ഥലമായ ഗുജറാത്തിൽ നിന്നും യാത്ര തിരിച്ചു. യാത്രാമധ്യേ അദ്ദേഹം ഗുജറാത്തി ആദിവാസി സുന്ദരികളുടെ നൃത്തം കാണുവാനിടയുണ്ടായി.
चिल्लानी नात जली दे हाय 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 नात जली दे चिल्लानी नात जली दे हाय 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 വീണ്ടും യാത്ര തുടങ്ങിയ അദ്ദേഹം കേരളത്തിൽ വ്യാജമദ്യമടിച്ച് കണ്ണ് നഷ്ടപ്പെട്ടവർക്ക് ഓരോ കളർ TV നൽകി ആദരിച്ചു. കാഴ്ചയില്ലാത്ത അന്ധന്മാർ ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ? എങ്കിലും പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ പോലെ അവർ തുള്ളിച്ചാടി. ശേഷം യാത്ര തുടങ്ങിയ അദ്ദേഹം വയലേലകളിൽ പണിയെടുക്കുന്ന സ്ത്രീകളെ കാണുവാനിടയുണ്ടായി. അവരിൽ സുന്ദരിയായ ഏല എന്ന യുവതിയെ അദ്ദേഹം മാടി വിളിച്ചു. ആഹൈ 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 ഏല വിവാഹിതയായ 6 വർഷമായെങ്കിലും അവൾക്ക് കുട്ടികളില്ല. അവൾ അതീവ ദുഃഖിതയാണ്. കൊത്തില്ല എനിക്ക് കൊത്തില്ല കൊത്തില്ല എനിക്ക് കൊത്തില്ല നോക്ക് 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 എനിക്ക് കൊത്തില്ല വിവരമറിഞ്ഞ അദ്ദേഹം അവളുടെ കാതിൽ മന്ത്രിച്ചു. അവൾ നാണിച്ച് തലകുലുക്കി. അവളുടെ ആഗ്രഹം മനസ്സിലാക്കിയ അദ്ദേഹം അപ്പോൾ തന്നെ അവൾക്ക് ക്ലാസ് എടുക്കുവാൻ തീരുമാനിച്ചു. ഈ സമയം ഏലയുടെ ഭർത്താവ് ചാല അവിടേക്ക് വന്നു. അന്യപുരുഷന്റെ കൂടെ തന്റെ ഭാര്യയെ കണ്ട ചാല കുപിതനായി. കുപിതനായ ചാലയെ സീതാറാം മാടി വിളിച്ചു. ആഹൈ 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 എന്നിട്ട് ചെവിയിൽ മന്ത്രിച്ചു. അദ്ദേഹം ചെവിയിൽ മന്ത്രിച്ചത് ഇപ്രകാരമായിരുന്നു: ഭർത്താക്കന്മാർ എത്രയായാലും കുട്ടിയൊന്നു മതി. നാത്ത്